വാഗമൺ പോണു. വാഗമൺ 11 പേര് എല്ലാരും ഉണ്ട്. അടുത്ത് വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ ഇതിന്റെയൊക്കെ. ഓക്കെ, അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നൈസ്, അത്രേ ഉള്ളൂ. ഇനി ബാക്കി ഇനി നേരെ വാഗമണ്ണി എന്നിട്ട് കാണാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കാണിക്കാം. ഓക്കെ, ബൈ. നമ്മള് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു. അവിടെ നിർത്തി കുറച്ചു നേരം. നോർമലി അവിടെ കൂടെ പോകുമ്പോൾ ഉള്ള വളവിലുള്ള വെള്ളച്ചാട്ടം തന്നെ. ഇപ്പൊ കടയും തുറന്നിട്ടില്ല. താഴെ ഇറങ്ങി ഒട്ടുക്ക തണുപ്പായിരിക്കും. എന്നാലും ഇറങ്ങും. ഒറ്റ മൈൻഡ് എന്തായാലും ഇതുവരെ ഒറ്റ മൈൻഡാ. ഇപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്നു. പക്ഷെ ഇവിടെ ഒടുക്കത്തെ തണുപ്പാ ഗൈസ്. ഇത് മറ്റേ പ്രളയത്തിന് വന്ന സാധനമാണ് ഇതൊക്കെ. ചുമ്മാ അവിടുന്ന് ഒടിഞ്ഞു വീണേ. ഇതെന്തുവാ? ഞാൻ എന്തെങ്കിലും പറയാൻ വിശ്വസിച്ചോ? ഇത് അവിടുന്ന് ഒടിഞ്ഞു വീണ. ഓ കൊള്ളാല്ലേ. ആയാണിത്. താഴെ വൈബ്. ഫോട്ടോ എടുക്കുകയാണ്. അയ്യോ, ഇവിടുന്ന് പോവാണ്. ഓക്കെ, പോകുന്ന വഴിക്ക് കണ്ടൊരു സ്പോട്ടാണിത്. നോക്ക്, വരുന്ന വഴിക്കൊരു വ്യൂ പോയിന്റ് നിർത്തി. എന്റെ അമ്മോ, ഏതാ വ്യൂ? എന്റെ ഇതൊക്കെ ഇത് നിൽക്കുന്നുണ്ടോ? നോക്ക്, ആ വ്യൂ നോക്കിയ നീ. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട്. ഇന്നത്തെ കടക്കല്ല എന്തേലാട്ടെ. ഇല്ലല്ലോ, അതിനകത്ത് സ്റ്റെപ്പ് ഒന്നുമില്ല. എടാ, നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റുമോ? എടാ, അല്ല താഴെ പോ. അല്ല, ഇങ്ങനെ താഴെ ഇറങ്ങാൻ പറ്റുമോ? അല്ലേ, നമ്മളിപ്പോ ഇനി എങ്ങോട്ടാ പോന്നേ? ഇത് ഈ വഴിയാണോ പോന്നേ? ഈ വഴി തന്നെയാണോ പോന്നേ? ഈ വഴിയല്ല, അങ്ങോട്ട് വാഗമൺ. ഓ, വാഗമൺ റീജിയൺ അല്ലേ ഇതൊക്കെ? ഓക്കെ, ഇതാണ് ഞങ്ങൾ ടൂർ ഗൈഡ്. ഓക്കെ, നോക്ക്, ടോപ്പ്. അവിടെയുണ്ട്. ഇതാന്തരം എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യൂ. ആ വ്യൂ ആണ് അടിപൊളി വ്യൂ. ഇവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോയിട്ട് വേറെ വഴി എന്തോ വാഗമണ്ണിലോട്ട് അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അതുവഴി പോവാണ്. പോവാ. ഓക്കെ, ഈ ലൈറ്റ് ഒന്നും അവിടെയാണ് വ്ലോഗ് എടുക്കാൻ രസം. ഇല്ലെങ്കിൽ പോസ്റ്റാ സത്യം. അടിപൊളി ഫോട്ടോസ് കിട്ടും. അയ്യോ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഇതൊന്നും കാണിച്ചില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികൾ. കട്ടപ്പനയ്ക്ക് നേരെ പോയ കട്ടപ്പന എത്തും. ഇവിടെ ബോർഡിനകത്ത് ബോർഡ് വായിച്ചത്. അങ്ങോട്ട് പോയ 14 കിലോമീറ്റർ അങ്ങോട്ട് പോയ വാഗമൺ. ഇത് ഏലപ്പാറ സിറ്റി. ഏലപ്പാറ അല്ലേ? ഏലപ്പാറ സിറ്റി. വാഗമണ് ഇരാട്ടുപേട്ടയൊക്കെ നേരെ 14 കിലോമീറ്റർ ഉണ്ട് വാഗമണിലോട്ട്. തണുപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതാണ് സീൻ. ഓടിച്ച് പോസ്റ്റാണ്. വേറൊരു വ്യൂ പോയിന്റ്. അവിടെ സൺറൈസ്. ഇത് തൈല. ഓക്കെ, പറ. ടീ ലീഫ്. ഓക്കെ, അമ്പോ, ഏതാ വ്യൂ? നമ്മൾ വരാട്ടിമേടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ പക്ഷെ റോഡിച്ച് ശോകമാണ്. വ്യൂ അടിപൊളിയാണെങ്കിൽ ഇതൊരു സീനല്ലേ? ഇവിടെ വന്നേ അല്ല, വ്യൂ അടിപൊളിയാ. അവിടെ ചെന്നിട്ടുള്ള വ്യൂ അവിടെ സീനാണ്. ഇതെല്ലാം എക്സ്റ്റേറ്റാ. ഓരോരുത്തർ എസ്റ്റേറ്റാണ് ഇതൊക്കെ.
അത് ഇനി ഒരാടാണോ എസ്റ്റേറ്റാ എസ്റ്റേറ്റ് കൂടെ പോകുന്നതെന്തോ വീടൊക്കെ ഉണ്ട് ഇവിടെ ഏതാറോ പൊളിഞ്ഞൊരു വീട് ഇഷ്ടംപോലെ വീടുണ്ട്. ശോകൻ റോഡാണ്. നമ്മൾ ലൊക്കേഷൻ മാപ്പ് നോക്കിയാണ് പോണേ. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നില്ലേ, വണ്ടി ഒരു ഡിസ്റ്റൻസ് വരെ പോകത്തുള്ളൂ, കുറച്ച് നടക്കണം. ഈ വീടിൻ്റെയൊക്കെ വഴി ഏതാടാ? ഇതിന്റെ വഴി ഏതാ ഈ വീടിൻ്റെയൊക്കെ? അതെ ഇവിടെ വഴിയുണ്ട്. ശോകൻ റോഡ് കേസ് അതിൻ്റെ വീടിൻ്റെ മണ്ടക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നു. കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമ്മോ കാറ് വന്ന് പോകണം. പക്ഷെ ഇത് ഭയങ്കര ഒരു രസമില്ല റോഡ്. ഇഷ്ടംപോലെ വീടും കാര്യങ്ങളുണ്ട്. ഇറക്കാണേ. അപ്പുറത്ത് വേറെ വഴിയാ. ഇവിടെ ആ വഴി ഉണ്ടോ? നല്ല വഴിയായിരുന്നു. അല്ലെങ്കിൽ ആ വഴി തന്നെ നമുക്ക് പോകേണ്ടത്. ഞാൻ ഫോർ സിറ്റി ആർക്കെങ്കിലും സ്ഥലം വല്ലതും പോണെങ്കിൽ വന്ന് അടിക്കുക. ഓക്കെ, ഞാൻ ഈ വസ്തു വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു റിസോർട്ടാന്ന് തോന്നുന്നു. ക്യാമ്പ് ഫയർ കിടക്കുന്നു. അയ്യോ സെറ്റ് ഇതേ അവിടൊക്കെ ആ ഒരു മല കേട്ടോ ഇവിടെ. ഇതാണ് പാലൊഴുകും പാറ. അതെ ഇതോളൂ, ഇതാണ് പാലൊഴുകും പാറ കേട്ടോ. പാല് പോലെ എൻ്റെ വെള്ളം ഒഴുകുന്നു. അമ്പോ അടിപൊളി ഓഫ് റോഡ് കാണാൻ പറ്റി. ഓ എന്ത് പിടിച്ചു കൊടുക്കാൻ അത് സെറ്റ് ചെയ്യാ അവര്. അമ്പോ സെറ്റ് മൂഡ്. അങ്ങോട്ട് കയറാൻ കുറച്ചുകൂടി നടക്കണം. ഓക്കെ, ഈ വീട്ടിൽ പാടൊക്കെ ഇട്ടോ വൈബ്. കുറച്ച് നടക്കാറുണ്ട്. വേണമെങ്കിൽ അപ്പുറത്തെ വഴി വണ്ടിക്കകത്ത് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ എത്തി, അവർ എൻ്റെ വരെ എത്തി. അപ്പോൾ ഞങ്ങൾ വെച്ച് നടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുവഴി പക്ക ഓഫ് റോഡിങ് ആണ്. ഇപ്പോൾ ഒരു എക്സ്പേർട്സ് ഒരു ഹിമാലയനൊക്കെ ഇതുവഴി ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വണ്ടിയായിട്ടൊക്കെ വരുന്നവർ ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യുക. അപ്പുറത്തുനിന്ന് കറങ്ങി അവിടെ കൂടെ വരാം, തിരിച്ചിറങ്ങുന്ന ഇതിലേ കൂടെ അങ്ങനെ എത്തിയാ. ഇതേ ചെരുപ്പ് കിടക്കും. ഇത് മറ്റേ ഒഴുകി കല്ലും എല്ലാം കൂടെ ഒഴുകി വരുമ്പോൾ അങ്ങനെ നടക്കുന്ന ഇതെല്ലാം. കുറച്ച് സീനാണ് കേസ് ഈ റോഡ്. കേസ് നമ്മൾ നമ്മുടെ പ്ലാൻ നൈസായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നടന്നു പോയാൽ ഇന്നങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞു. 20 മിനിറ്റ് നടക്കണം, നല്ലൊരു ഡിസ്റ്റൻസാണ്. സോ നമ്മൾ എന്തുണ്ടായി നമ്മൾ എങ്ങനെ അഭിപ്രായം പോകുന്നത്? നടന്ന് തിരിച്ചിറങ്ങുമല്ലേ വണ്ടിക്കകത്ത്. വേറൊരു വഴിയുണ്ട്, ആ വഴി പോവാന്ന് വിചാരിച്ചു. ഇതിനേക്കാളും നല്ല വഴിയാണെന്നാണ് പറഞ്ഞത്. സോ നൈസായിട്ട് ഈ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇത് നടന്നു ഊപ്പാട് വരും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കയറിയതാണ്. നമ്മൾ പിന്നെ ഇറങ്ങുന്നു. ഓക്കെ, ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ കാണിക്കാം. അയ്യോ എൻ്റെ അമ്മ എന്ത് വഴിയാ ഇത്. ഒരു കട നിർത്തി ചായ കുടിച്ചിട്ട് അതേപോലെ നമ്മുടെ വാഗമൺ മറ്റേ പാർക്കില്ലേ, പാറയിനെ പോലെ ചായ കണ്ടുണ്ട്. അവിടെ ജസ്റ്റ് നിർത്തി ചായയും പിന്നെ ഇവിടെ വഴിക്കപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നേ കാണിച്ചില്ല, അവിടെ പോയില്ല. അവിടെ പോകാനായിട്ട് പറ്റൂല. മീൻസ് ഭയങ്കര റിസ്ക് അവിടെ പോകുന്നത്. പിന്നെ ഒരു വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവായിരുന്നു. സോ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. സോ നമ്മളവിടെ നേരെ ഇവിടെ നേരെ അവിടുന്ന് പെട്രോൾ പമ്പിലെത്തി. പെട്രോൾ പമ്പിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ വാഗമൺ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലാവും, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇപ്പം എന്നിട്ട് നേരെ നമ്മൾ വാഗമൺ പോവാണ്. എന്നിട്ട് മൊട്ടക്കുന്ന് പിന്നെ കുളിക്കുന്ന ഒരു സ്പോട്ട് പറഞ്ഞായിരുന്നു, അവിടെയും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അഞ്ചുമലപ്പാറ അല്ലടാ, കൊട്ടാമലപ്പാറ.
എടാ മറ്റേ എവിടെടാ പോവാൻ പോന്ന ആനേടിയാ എടാ എടാ സ്ഥലം പറഞ്ഞേ നമ്മള് പോവാൻ പോന്നെ വാഗമൺ ഇൻഫിനിറ്റി പൂൾ. മുട്ട വെച്ചുള്ള ഒരു കുന്ന്, അതിന്റെ തൊട്ടടിയിൽ അതിൽ കുളിക്കാം. ഇതാ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തേക്കാം. എന്തേലും പറയാണ്ടോ? ചായ കുടിക്കാൻ വാഗമണ് വരുമെന്ന് എന്തേലും പറയണ്ടോ? ഒന്നുമില്ല. എന്തേലും പറയണ്ട. എങ്ങനെ ഒറ്റക്കുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരെ? ഓ പീസ്ഫുൾ ആയിട്ട് സോളോ റൈഡായിരുന്നു. പയ്യൻ സോളോ ആയിരുന്നു. ഓ ഇവിടെ എന്ത് വേറെ പരിപാടിയാ? ഇവിടെ പറ എക്സ്പീരിയൻസ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? അന്നോയ്ക്ക് അറിയാൻ തോന്നടാ. ഇവിടെ എന്ത് പറയാ? നീ പറഞ്ഞല്ലോ, എന്നാലും എന്തേലും പറ. ഞൊട്ടയിടാൻ അറിയാവോ? നീ ഇത് പറ എന്തേലും എന്ത് പറയാനുള്ളത്? ഇവൻ എന്ത് ഇത് ചായ ഇപ്പൊ കുടിച്ചല്ലോ. 3 ചായ കുടിച്ചു. ഇപ്പൊ അടുത്ത ഓർഡർ ചെയ്തു. അത് നസീമുണ്ട്. ഇല്ല എനിക്കറിയത്തില്ലടാ, എനിക്ക് ബന്ധമില്ല. ഇൻഫ്ലുവൻസർ കട പ്രൊമോട്ട് ചെയ്യാ. കട പ്രൊമോഷൻ നടത്തണ്ട. സൂപ്പർ കടയുടെ എന്തെങ്കിലും പറയണ്ട. നിക്കേണ്ടി വരും. അഫ്രോസ് എന്തെങ്കിലും പറയണ്ട. ഒന്നും പറയല്ല. ഇനി കുളിക്കാൻ പോയിട്ട് പറയാം. അപ്പൊ വേറെ അടുത്ത സ്പോട്ട് എത്തി. പറയടാ സേവ് സ്പോട്ട്. എന്ത് സ്പോട്ടാ ഇത്? നമ്മൾ കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ ഈ ചൂടത്ത് ഇപ്പം മുമ്പത്തെ പോലെയല്ല, തണുപ്പ് മറന്നല്ല, അടിപൊളി ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരോളൊരു കുളമാണ്. 8 അടി 10 അടി കാണും. നീന്താൻ അറിയാത്തവർ ഇറങ്ങരുത്. ഓക്കെ. വേഗത്തിനോടെ വീണാനെ പോകുന്ന വഴി ടാസ്ക്. ഇവിടെ ഞാൻ പോകുന്ന വഴി ടാസ്ക്കാണ്. ആൾക്കാരെ കുളിച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ റിവ്യൂല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹെൽമെറ്റ് വെച്ച് മുടിയൊക്കെ പോസ്റ്റായി. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്ക്? ഇതിനായിട്ട് കുളിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് നേരെ ഇനി ഒരുത്തർ ലോങ് ഡ്രൈവ് നേരെ കരുനാഗപ്പള്ളി. ഇവിടെ വ്യൂ ഉണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ ആണിത്. ഓക്കെ, ഇതൊക്കെ ഹോം സ്റ്റേ ആടാ. പരിപാടി ഇങ്ങനെ പൂളുണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് പോയി കുളിക്കുക. ഇവിടെ കുറച്ച് പ്ലോട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഇത് വിൽക്കാനുണ്ട്. ഇത് അവിടെ ആളൊക്കെ പോകണ്ടോ? ഇൻഫിനിറ്റി പൂൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇൻഫിനിറ്റി പൂൾ ഇത് കൊതുകൊക്കെ ഉണ്ട്. എജ്ജാ ഇൻഫിനിറ്റി. അവിടെ ഇൻഫിനിറ്റി കിണർ. ഇതേ അവിടുന്ന് വെള്ളമൊക്കെ ഊർന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് വരുന്നുണ്ട്. ഇതാണ് ഇൻഫിനിറ്റി പൂൾ. വൈബായി എന്തായാലും. എടാ അതുവഴിയാ പോന്നെ. ദിവന്മാരത് ഈ വഴി ഇറക്കി. പിന്നെ വേറൊരു സ്ഥലം കിട്ടിയത് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റിസ്ക്കാണ്. ഇവിടുന്ന് വീണാലും സീനൊന്നുമില്ല. മരൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചിരിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. അതെ അവിടെ ഒരു കുളം കാണുന്നു. അതാണോ അമ്പോ? അമ്പോ അതിന്റെ ഇടയ്ക്ക് ഒടുക്കത്തെ ചൂടും. സത്യം വെള്ളത്തിൽ തണുപ്പുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇത് ഏതാ വഴി? ഇതൊക്കെ ബാക്കിൽ ഒരാൾ തന്നെ മതി. ഒരാൾ തന്നെ മതി. എല്ലാരും വീണ്. അഭിനയൊക്കെ ഓടുന്നു. ഇപ്പൊ പെടാ ഞാന്. അയ്യോ കുഴപ്പമില്ല. അവസാനം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതാണ് പറഞ്ഞത് ഇൻഫിനിറ്റി പൂൾ. ഇതിൻ്റെ വെള്ളം അവിടുന്ന് ഒഴുകി ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ അവിടെ നടന്നു വരും. ഇങ്ങനെ നടന്ന് ഇവിടെ വരും. ഇത് ക്രോസ് ചെയ്ത് പയ്യെ അപ്പുറത്ത് പോകണം. അവിടെ അവർ കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ വന്നു. ഇവന്മാരൊക്കെ കുളിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങളിവിടെ ചുമ്മാ ഇരിക്കുവാണ്. ഓക്കെ,
നിന്നെ കിട്ടത്തില്ല, സീനല്ല, നിന്റെ ബാക്കി കിട്ടത്തുള്ളൂ, കുഴപ്പമില്ല. അയ്യോ ഇവിടെ സെൻസർ ആ ഇങ്ങനെ അടിക്കാം. ഇവർ രണ്ടുപേരുണ്ട് അവിടെ, കുഴപ്പമൊന്നുമില്ല. ഞാനേ വെള്ളത്തിൽ പൊങ്ങിയല്ല ഈ ഒരു സ്ഥലത്ത് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം. വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ ഭയങ്കര വഴിയുണ്ട്. അതും കണ്ടോ, ഭയങ്കര വഴിയുണ്ട്. ആ മൂന്നാമത്തിൽ വലിയ സീനൊന്നുമില്ല, നമുക്കൊക്കെ നിൽക്കാനുള്ള ഇതേ ഉള്ളൂ. ഇപ്പൊ ഇത് രണ്ട് സീനാണ്. ഇവിടെ ഒന്നും ഇറങ്ങല്ലേ, നീന്താ അറിയാത്തവർ ഇവിടെ ഒന്നും വന്ന് ഇറങ്ങല്ലേ. നീന്താ അറിയുന്നവരാണ് എത്ര കിടക്കുന്നത്, അവർക്ക് നീന്താ അറിയാത്തവരാണ് അവിടെ ഇരിക്കുന്നുണ്ടോ. ഭയങ്കര ആഴമാണ് ഇത് രണ്ടും. പിന്നെ ഇവിടെ ചുമ്മാ കാലും കഴിക്കുന്നത് എനിക്ക് ഡ്രസ്സൊക്കെ ഇവിടെ ഇടാം, വൈബാണ്. ഇതാണ് ലൊക്കേഷൻ. ഓക്കെ, ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞു, തിരിച്ച് പോവാണ്, കയറുവാണ്. പൊട്ടക്കുളിയാ, അപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നടാ. ഓ അത് വലിയ സീനൊന്നും അല്ലടാ, നല്ല കാര്യമല്ല. അത് കുറച്ച് കഴിയുമ്പോൾ വിളിക്കൂടാ. അത് കുറച്ച് ടാനടിച്ചു, ഇവിടെ കിടന്ന് ഭയങ്കര വെയിലായിരുന്നു. പിന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സത്യം, പിന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി എന്ത് പരിപാടിയാണ്, ഫുഡ് അടിക്കുക, ഭക്ഷണം കഴിക്കുക, നേരെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെ പോയി മീൻസ് അവിടെ ഉത്ഭവം, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയി അവിടെ പോയി സ്റ്റോറാവും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഒഴുകി പോകും. ഇത് കെട്ടിക്കിടക്കുന്നില്ലേ വെള്ളം, പിന്നെ കുളിക്കാൻ ഇച്ചിരി വൈബ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ വരുന്നത്, അപ്പോൾ വലിയ തിരക്കും ഇല്ല. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡായി തുടങ്ങും. ഇപ്പോൾ ഫുൾ ക്രൗഡ്, അവിടെ ക്രൗഡ്, ഇവിടെ മൊത്തം ക്രൗഡാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ നമ്മൾ രാവിലെ കയറി സ്പോട്ട് കയറേണ്ട. രാവിലെ ഇവിടെ അത്രയും ഭംഗിയില്ല, ഉച്ചയായില്ല പറ്റി 11 ടൈമിലായില്ല. ഇതുണ്ട, അതൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. മീൻസ് അങ്ങനെ സെറ്റപ്പാണ്. ഇതിപ്പോൾ ഫുൾ ക്ലിയർ ആയിട്ട് കിടക്കുക, സ്കൈ ഒക്കെ നോർമൽ സ്കൈ. ഇതേ അവിടെയാണ് നമ്മൾ കണ്ട ടൗൺ, ഇതേ അവിടെ ടൗണ്. ഓക്കെ, ഇതേ കാര്യങ്ങൾ, ഇത് മറ്റുള്ള സാധനം, ഇതൊക്കെ ഇതാണ് നമ്മൾ രാവിലെ കണ്ട കാഴ്ച. ഇവിടെയൊക്കെ എസ്റ്റേറ്റാണ് ഇതൊക്കെ. ഓക്കെ, അങ്ങനെ ചോറ് കഴിക്കാൻ വന്നു. ഓക്കെ, വരുന്ന വഴിയിൽ ഒരു കട, ഇവിടെ നമ്മൾ രാവിലെ ചായ പിടിച്ച് തുടങ്ങി. ആ കട തന്നെ, അപ്പുറത്തെ കട, അവിടെ തന്നെ വന്ന് ഫുഡ് കഴിക്കുന്നു. ഭയങ്കര വിശപ്പ്. എന്തുവാ സാമ്പാർ, വേറെ എന്തോ പറയും. ഓക്കെ, കുഴപ്പമില്ലേ. ഞാൻ പറഞ്ഞോട്ട് രാവിലെ ഞങ്ങളത് ഇവിടുന്നാണ് എന്തോടാ ചായ പിടിച്ചേ. ഇവിടുന്ന് ഇപ്പൊ ഫുഡ് കഴിച്ച്. ഫുഡിനെ പറ്റി അഭിപ്രായം പറ. ഫുഡിനെ പറ്റി അഭിപ്രായം, കടയെ പറ്റി. ഫുഡിനെ പറ്റിയും അവിടുത്തെ ആൾക്കാരും വളരെ നല്ലതായിരുന്നു. ഓക്കെ, ഇങ്ങോട്ട് തന്നെ എല്ലാം ചോദിച്ച് വാങ്ങിയ സത്യം, ഇങ്ങോട്ടെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം ചെയ്തു തരും. ശ്രീകൃഷ്ണ വീട്ടിലൂണ് നമ്പർ 1 നോട്ട് വെച്ചോ. ഈ വഴി പോകുമ്പോൾ കയറി കഴിക്കുക അല്ലേ. ഓക്കെ.